മാഷ ആൻഡ് ദ ബിയർ എപ്പിസോഡ് 8 ഗോൺ ഫിഷിംഗ്. കിട്ടു അതിരാവിലെ മീൻ പിടിക്കുന്നതിനായി ചൂണ്ടയും വലയുമായി തടാകത്തിലേക്ക് വളരെ ഹാപ്പിയായി പോവുകയാണ്. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ അതാ മറ്റു മൃഗങ്ങൾ പേടിച്ച് ഓടി വരുന്നു. എന്താ ഇനി വല്ല സുനാമിയും ഉണ്ടാകുമോ? നോക്കുമ്പോൾ അതാ നമ്മുടെ കുട്ടി മാഷ ഒരു പന്തവും തട്ടിക്കൊണ്ടുവരുന്നു. ദൈവമേ, ഇത് സുനാമിയേക്കാൾ വലുതാ. കിട്ടു ഉടനെ തന്നെ ഒരു മരത്തിനു പിന്നിൽ ഒളിച്ചു നിന്നു. എന്നാൽ നമ്മുടെ മാഷ കൃത്യമായി കിട്ടുവിനെ കണ്ടുപിടിച്ചു. ഏയ് കിട്ടു, നീ മീൻ പിടിക്കാൻ പോവുകയാണോ? എന്നാൽ ഞാനുമുണ്ട്. ദൈവമേ, പെട്ടല്ലോ. അപ്പോൾ കിട്ടുവിനൊരു ഐഡിയ തോന്നി. തന്റെ കയ്യിൽ കിട്ടിയ പന്ത് വെച്ച് അവൻ പല സർക്കസും കാണിച്ചു കൊടുത്തു മാഷക്ക്. കിട്ടു ചെയ്യുന്നത് നോക്കി നിൽക്കുകയായിരുന്നു മാഷ. അപ്പോൾ കിട്ടു എന്തു ചെയ്തെന്നോ, ആ പന്തെടുത്ത് ദൂരേക്ക് എറിഞ്ഞു. അതെടുക്കാനായി മാഷ അതിന്റെ പിന്നാലെയും പോയി. ഹാഹാ, മണ്ടി പെണ്ണുപോയി. ഇനി സമാധാനത്തിൽ മീൻ പിടിക്കാൻ കിട്ടു തടാകത്തിലേക്ക് പോയി. അവിടെ വളരെ ശാന്തമായിരുന്നു. കിട്ടു അവിടെയുണ്ടായിരുന്ന ഒരു സീറ്റിൽ ഇരുന്ന് തന്റെ ചൂണ്ടയിലേക്ക് മണ്ണിരയെ കോർത്ത് അത് കുളത്തിലേക്കിട്ട് മീൻ പിടിക്കാനായിട്ടിരുന്നു. നോക്കുമ്പോൾ ദാ വന്നിരിക്കുന്നു അതേ പന്തുമായി നമ്മുടെ മാഷ. കിട്ടു ഉടനെ തന്നെ ആ പന്ത് വാങ്ങിച്ചു വെച്ചു. എന്നാൽ മാഷ കരയാൻ തുടങ്ങി. ഇങ്ങനെ കരഞ്ഞാൽ ഈ ശബ്ദം കേട്ട് മീനൊന്നും ഇവിടേക്ക് വരില്ല. കിട്ടു ആ പന്ത് തിരിച്ച് അവൾക്ക് തന്നെ കൊടുത്തു. കളിച്ച് അവസാനം ആ പന്ത് കുളത്തിലേക്കും വീണു. പാവം നമ്മുടെ മാഷ. പക്ഷെ പണി കിട്ടിയത് കിട്ടുവിനാണ്. അതിനുശേഷം അവന് സമാധാനമായി മീൻ പിടിക്കാനേ കഴിഞ്ഞിട്ടില്ല. മാഷ അവന്റെ മീൻ പിടിക്കുന്ന ബക്കറ്റ് എടുത്ത് അതിൽ തലയിട്ട് നിൽക്കുന്നു. അത് വാങ്ങി വന്നപ്പോൾ വലയും എടുത്ത് പൂമ്പാറ്റയെ പിടിക്കാൻ പോകുന്നു. വല തിരിച്ചു വാങ്ങി വന്നപ്പോൾ അതാ തന്റെ മണ്ണീര പാത്രം കാണാനില്ല. നോക്കുമ്പോൾ അതിലുണ്ടായിരുന്ന എല്ലാ മണ്ണീരയും എടുത്ത് പുറത്തേക്ക് കളഞ്ഞു. അതെല്ലാം പല വഴിക്ക് പോവുകയും ചെയ്തു. പാവം നമ്മുടെ കിട്ടു. സൈക്കെട്ട് കിട്ടു അവൾക്കായി ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചൂണ്ട തന്നെ ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് രണ്ടുപേരും മീൻ പിടിക്കാനായി ഇരുന്നു. എന്നാൽ അവിടെ നമ്മുടെ മാഷക്കുട്ടി കിട്ടുവിന് ഒരു സമാധാനം കൊടുത്തില്ല. അവൾ ബലബല എന്ന് സംസാരിച്ചു കൊണ്ടേയിരുന്നു. എപ്പോഴാ നമുക്ക് മീൻ കിട്ടാ? എങ്ങനത്തെ മീനായിരിക്കും? ഈ മീനെ കിട്ടിയിട്ട് എന്തിനാ? ഇപ്പോൾ തന്നെ മീൻ കിട്ടുവോ? അങ്ങനെ അതും ഇതും എല്ലാം മാഷ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഓ എന്റെ ദൈവമേ! അപ്പോൾ ഇതാ കിട്ടുവിന്റെ ചൂണ്ടയിൽ എന്തോ കുടുങ്ങി. അവൻ ആവേശത്തിൽ ആ ചൂണ്ട വലിച്ചപ്പോൾ അതൊരു പഴയ ആരുടെയോ വലിച്ചെറിഞ്ഞൊരു ഷൂ ആയിരുന്നു. ഓ കഷ്ടം. എന്നാൽ അതേസമയം നമ്മുടെ മാഷയുടെ ചൂണ്ടയിൽ എന്തോ കുടുങ്ങി. അയ്യോ, എനിക്കെന്തോ കിട്ടി. അവൾ ആ ചൂണ്ട വലിച്ചപ്പോൾ അതിലൊരു ഗോൾഡ് ഫിഷ് ആയിരുന്നു. അത് ആ തടാകത്തിലെ മീനുകളുടെ രാജ്ഞിയായിരുന്നു. ആ രാജ്ഞി മാഷയോട് തന്നെ വെറുതെ വിട്ടാൽ തനിക്ക് 3 വരം തരാം എന്ന് പറഞ്ഞു. ആഹാ, അത് കൊള്ളാമല്ലോ. ഉടനെ തന്നെ മാഷ തന്റെ കളഞ്ഞു പോയ പന്ത് തിരിച്ചെടുക്കാൻ പറഞ്ഞു. ഗോൾഡ് ഫിഷ് അവളുടെ ആദ്യത്തെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. പിന്നീട് അവൾ രണ്ടാമതായി പറയുന്നത് തനിക്കൊരു ലോലിപോപ്പ് കിട്ടണം. അത് എത്ര തിന്നാലും തീരരുത്. അത് വല്ലാത്തൊരാഗ്രഹമായി പോയി. എന്നാലും നമ്മുടെ രാജ്ഞി അത് സാധിച്ചു കൊടുത്തു. മാഷ നോക്കുമ്പോൾ കിട്ടു വളരെ വിഷമത്തിൽ ഇരിക്കുകയാണ്. കാരണം അവന് മീനൊന്നും കിട്ടിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ മാഷ 3ാമത് ഒരു വരം പറഞ്ഞു. അത് തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ കിട്ടുവിന് വലിയൊരു മീൻ കിട്ടണം എന്നായിരുന്നു. ഗോൾഡ് ഫിഷ് മാഷയുടെ അവസാന ആഗ്രഹം സാധിച്ചു കൊടുത്തു. കിട്ടുവിന് വലിയൊരു മീനിനെ തന്നെ കിട്ടി. അയ്യോ, എന്റെ കിട്ടു വളരെ ഹാപ്പിയായി. മാഷ ആ ഗോൾഡ് ഫിഷിന് നന്ദി പറഞ്ഞ് അതിനെ തടാകത്തിലേക്ക് തന്നെ വിട്ടു. ഒരിക്കലും തീരാത്ത ലോലിപോപ്പ് കിട്ടിയപ്പോൾ മാഷയും ഹാപ്പി. വലിയൊരു മീനെ കിട്ടിയപ്പോൾ നമ്മുടെ കിട്ടുവും ഹാപ്പി. അങ്ങനെ ഈ എപ്പിസോഡ് ഇവിടെ കഴിയുകയാണ്. ഇതുപോലെ അടിപൊളി വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.